ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി പോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹവും ഉമ്മൻചാണ്ടിയും ഒരുപോലെ വേട്ടയാടപ്പെട്ട ആളുകളാണ്. അങ്ങനെ വേട്ടയാടപ്പെട്ട നാളുകളിൽ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ വേട്ടയാടപ്പെട്ട ആ നാളുകളിൽ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ച ഒരേ ഒരു നേതാവ് ഉമ്മൻചാണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സൗഹൃദവും സ്നേഹവും ഒക്കെ എക്കാലത്ത് രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദവും സ്നേഹവും ആ കുടുംബം തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇത് ഇങ്ങനെ ഒരു സാധാരണ നിലയിലുള്ള ഒരു ചരമവാർഷികം നടക്കും, നമ്മളൊക്കെ പോകുന്നത് പോലെ പോകുന്നു എന്നതിനപ്പുറം, അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് അന്ന് ഇങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ ഉള്ളൊരു ധ്വനി ബിനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? അല്ല, അതിൻ്റെ കാര്യം ഉമ്മൻചാണ്ടിയും പിന്നെ കോടിയേരി വളരെ അടുത്ത ആത്മാവെന്നുണ്ടായിരുന്നു, എനിക്കറിയാം. അപ്പോൾ നമ്മളൊക്കെ തന്നെ അന്ന് ഈ ഇടതുപക്ഷത്തെ ചില ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉമ്മൻചാണ്ടിയെ കാണാൻ പോകുമ്പോൾ ബി എസിനോട് സംസാരിച്ചു. പ്രതിപക്ഷ ബി എസ് ആണല്ലോ അന്ന്. ഞാൻ ഇതിൻ്റെ ആളായി പലപ്പോഴും തിരുവനന്തപുരത്ത് തന്നെ ഞാൻ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ നേതാക്കന്മാർ വരുമ്പോൾ അവർ കമ്പനിക്ക് എന്നെയും കൂട്ടും. മുഖ്യമന്ത്രിയെ കാണാനും ബോധടിക്കണം. അപ്പോൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ, ഉഗാണ്ടയിൽ വെടിവെപ്പുണ്ടായതിനെ പറ്റിയോ അല്ലെങ്കിൽ ലിത്വാനിയയിൽ മരത്തിൽ ഇല കൊഴിയുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കില്ല. അങ്ങനെ എന്നെയും കൂട്ടി പോകുന്നതാണ്. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മളെന്താ കുറച്ച് റിസർച്ചൊക്കെ ചെയ്യുന്ന സമയം കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളും കൂടെ പോകും. അതായത് ഞാനിതിൻ്റെ നേതാവായിട്ടല്ലോ കേട്ടോ, അങ്ങനെ പോയ ആളുകൾ അത് തെറ്റിദ്ധരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പോയപ്പം ഇങ്ങനെ എൻ്റെ നമ്മളെ ഫ്രണ്ട് പറയുന്നു ബി എസിനോട് സംസാരിച്ചിട്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കോടിയേരിയോട് സംസാരിക്കും, അപ്പം കാര്യം കുറച്ചുകൂടി എളുപ്പമാവും. അത് ശരിയാണ്, കോടിയേരിക്ക് അങ്ങനെ കടുംപിടുത്തൊന്നുമില്ല. ഇല്ല. പിന്നെ ഉമ്മൻചാണ്ടിക്കും കോടിയേരിക്കുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരും വാക്ക് പറഞ്ഞാൽ പാലിക്കും. അല്ലാതെ സാഹചര്യം നോക്കി വാക്ക് മാറ്റുകയും അതുവരെ കൂടെ നിന്നവരെ ഒറ്റ ദിവസം കൊണ്ട് തള്ളിക്കളയുന്ന സ്വഭാവം ഒരിക്കലും. ഇത് കർണാടക അങ്ങനെ തന്നെ കേട്ടോ. കർണാടക ഒരുത്തന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയാണല്ലോ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം വരെ പോയത്. അത് തള്ളി പറഞ്ഞാൽ പറയും, വേറെ പലരും ചെയ്യില്ല. അപ്പോൾ കോടിയേരിക്കും ഉമ്മൻചാണ്ടിക്കുള്ള വലിയൊരു ഗുണം അതാണ്, കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി അങ്ങനെ തള്ളിക്കളഞ്ഞ ഒരു കഥ കേൾക്കുക നിങ്ങൾ കേൾക്കില്ല, കോടിയേരി തള്ളിക്കളഞ്ഞ കഥ കേൾക്കില്ല. പക്ഷേ അവർ ചില സാഹചര്യങ്ങളിൽ ആ സമയത്ത് ഒരേ സമയം രണ്ടെണ്ണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിഗണിക്കാൻ പറ്റും. പക്ഷേ അടുത്ത അവർ പരിഗണിച്ചിരിക്കും. അതാണ് അവരുടെ രണ്ടുപേരുടെ രീതി. അതുകൊണ്ടാണ് ഇത്രയും അവരെ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞിട്ടും ഇത്രയും വിവാദങ്ങൾ വന്നിട്ട് ആളുകൾക്ക് കോടിയേരി എന്ന് പറയുമ്പോൾ ഒരു സ്നേഹമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം കോടിയേരിൻ്റെ വിലാപയാത്ര നടത്തിയിരുന്നെങ്കിൽ ഇതിലും വലിയ ആളുകൾ ഒരു പക്ഷേ ഉണ്ടാവുകയായിരുന്നു. അത് പക്ഷേ ഏറ്റവും കൂടുതൽ ടാർണിഷ് ചെയ്യപ്പെട്ട രണ്ടുപേരുമാണ്. അവരെന്താണ്, ഇവർ രണ്ടുപേരും എന്താണ് മരിക്കുന്നവരെ നാട്ടുകാർ, ഈ കോൺഗ്രസ്സുകാർക്ക് ഇദ്ദേഹം എന്താണെന്ന് അറിയാം, കോടിയേരിനെ അറിയുന്നവർ കോടിയേരി എന്താണെന്ന് അറിയാം. പിന്നെ ഈ CPM അന്നത്തെ സിസ്റ്റത്തിൽ വ്യക്തി ഇല്ലല്ലോ, ഇല്ല, പാർട്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മരിക്കുന്നവരെ പിന്നെ കൃത്യമായി തിരിച്ചറിയപ്പെടാതെ പോയ, പൊതുസമൂഹം തിരിച്ചറിയാതെ പോയ രണ്ടാളാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനൊക്കെ അന്ന് സരിതയുടെ വിഷയം വന്ന സമയത്ത് അന്ന് ഞാനൊക്കെ സജീവമായി ചർച്ചയ്ക്കുള്ളത്, എനിക്കറിയായിരുന്നു അദ്ദേഹം പേഴ്സണലി ആ ഒരു വിഷയത്തിൽ ഇൻവോൾവ് അല്ല. ഒരുപക്ഷെ അതുമായി ബന്ധ സാമ്പത്തിക ഇടപാടുകളിൽ പിന്നെ അദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി ചിലപ്പം വിളിച്ചു വന്നിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികം. ഉമ്മൻചാണ്ടി രീതി അനുസരിച്ച് വേണമെങ്കിൽ ബുഷിനെയും വിളിക്കും. കാരണം മുപ്പർക്ക് മുന്നിൽ ഒരു പ്രശ്നം ആൾ കൊണ്ടുവന്ന് പരിഹരിക്കുക എന്നുള്ളതാണ്. മലയാള സുധീരനാരൊക്കെ ആയിട്ടുള്ള അങ്ങനെയാണ് വരാൻ സാധ്യത. അതല്ലാതെ വേറൊരു വൃത്തിയുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്, എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഈ വൃത്തിയുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച ഞാൻ പങ്കെടുത്തിട്ട് ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ അത്തരം കാരണങ്ങൾ വന്നപ്പോൾ ഞാൻ അതുണ്ടാവില്ല, അങ്ങനെയുള്ള ആരോപണം അദ്ദേഹത്തെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ സാമ്പത്തികം ഉണ്ടാവും, അത് ഉറപ്പാണ്. അതെന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടിയായിരിക്കും. അന്നപ്പോൾ ഒരാൾ സഹായിക്കാൻ വന്നിട്ടുണ്ടാവും. അപ്പം അന്ന് രണ്ടാളുടെ MLA-മാരുടെ പിണറായി വിജയനെ കാരുണ്യത്തിൽ ഭരിക്കുകയാണ്. അപ്പോൾ സഹായിട്ട് ഇവരെ കൂടെ നിർത്താനൊക്കെ ഒരുപാട് കാശ് ചിലവാകും. അപ്പം പല മലയാളിമാരുടെ കയ്യിൽ നിന്നും കാശ് മൊബിലൈസ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ പുതിയ പ്രൊജക്റ്റുമായിട്ട് വന്ന ഒരാളോട് അവർക്ക് ചില പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത. അതിന് പുറത്ത് കോൺഗ്രസ് കുറച്ച് ചിലപ്പം കാശും കിട്ടിയിട്ടുണ്ട് ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതല്ലാതെ വേറൊരു വീഴ്ച മൂപ്പര ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിട്ടില്ല. അത് പിന്നെ ആളുകൾ തിരിച്ചാവുന്നല്ലോ, വിശുദ്ധനായി മാറിയല്ലോ. കോടിയേരി പിന്നെ CPM ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ രീതി വിശുദ്ധ പദവി കിട്ടാത്തത്. CPM വ്യക്തികളില്ല, കോൺഗ്രസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധനാണ്. പക്ഷേ കോടിയേരി ആളുകൾക്ക് ഇപ്പോൾ ഒരു സ്നേഹമാണ്. ഇപ്പോൾ ആളുകൾ പറയും ചിരിക്കുന്ന മുഖം എന്നൊക്കെ. അപ്പോൾ ബിനീഷിനെ കൊണ്ട് തന്നെ എന്തുമാത്രം ആരോപണങ്ങളാണ് ചെറുപ്പക്കാർ നേരിട്ട്. അദ്ദേഹത്തിന് കേൾക്കാത്ത ആരോപണമുണ്ടോ? ഞാൻ പല ചർച്ചകളിലും പോയിട്ട് ബിനീഷ് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തെളിവ് വേണ്ടേ, വെറുതെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കില്ലല്ലോ എന്ന് പറയും. ആ പാടെ അവസാനം പിടിച്ചെന്തില്ല ഒരു കുറച്ച് നേരം. ഇപ്പോഴും അതിൻ്റെ ഫൈനലായിട്ടുള്ള പിന്നെ വിധിയൊന്നും വന്നിട്ടില്ല. ഈ മയക്കുമരുന്ന് മറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ട് റൈഡിൻ്റെ വേറെ എന്തൊക്കെ ചെറുപ്പക്കാരൻ കേട്ടു, മറ്റേ ലഹരി കേസിനും വന്നിട്ടില്ല. അപ്പം നിങ്ങളൊരു ആരോപണം ഉന്നയിക്കും, പലതും ഹിയർസയാണെന്ന്.
ആഭ്യന്തര മന്ത്രിയുടെ മോനായതുകൊണ്ട് കോടിയേരിയുടെ മോനായതുകൊണ്ട് അയാൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇന്ന് ബിനീഷിനെതിരെ മാത്രം എന്താ ഇങ്ങനെ ബാക്കി എല്ലാ മന്ത്രിമാരുടെ മക്കൾക്കെതിരെ ഒന്നും ആരോപണം അല്ല, അവൻ കുറച്ച് അവർ കുറച്ചുകൂടി അയാൾ കുറച്ചുകൂടി വരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു അത് പണ്ട് ഗണേശനെതിരെ ഇത്ര ഗുരുതരമല്ലെങ്കിൽ പോലും മന്ത്രിപുത്രനായിരുന്നപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ കുറച്ചും കൂടി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു, ഇവാൻ ന്യൂസിലാണ് പഠിച്ചത്. അവൻ കുറച്ചുകൂടി വിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. വിസിബിൾ ആയിരുന്നു. പിന്നെ അടുത്ത ജനറേഷനാണ്. പിന്നെ അയാൾ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചു. അപ്പം ലൈമിൽ ഇപ്പൊ ഗണേശന് ഇതെല്ലാം പ്രശ്നം. ഗണേശൻ സിനിമയിലൊക്കെ വന്നു, അതാണല്ലോ ഗണേശനെതിരെയുള്ള പ്രശ്നം. വേഗത്തിൽ ആളുകൾ ഇതിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളില്ല മന്ത്രിയുടെ മക്കൾ, അവരൊന്നും ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പം ഇത് ബിനീഷിനായിരുന്നു നമുക്ക് സത്യത്തിൽ അയാളൊരു തെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമം തോന്നാൻ സ്പെസിഫിക് ആരോപണങ്ങളാണ്, പക്ഷെ തെളിവൊന്നുമില്ല. തെളിവുണ്ട് എന്ന് മറ്റേ കേസ് വിധി വന്നിട്ടില്ലല്ലോ. അതൊക്കെ അവസാനം വന്ന കേസാണത്. ബാക്കിയെല്ലാം ബിനീഷിനെതിരെ ആരോപണമാണ്, കോടിയേരിക്കെതിരെ സ്പെസിഫിക് ആരോപണം വരും. പക്ഷേ തെളിവ് എവിടെയെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒന്നും നടക്കുന്നില്ല. അതിന് ഈ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം UDF വന്നു, കേന്ദ്രത്തിൽ BJP വന്നു, ഇവരൊക്കെ വന്നു, എന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ അതാണ് ഈ ബിനീഷ് പറഞ്ഞത്. ഇവർ ഒരേപോലെ ഉമ്മൻചാണ്ടി സാർ ഇതേപോലെ വേട്ടയാടപ്പെട്ടതാണ്. അത് പക്ഷേ കോടിയേരിൻ്റെ പാർട്ടി കൂടി ആ വേട്ടയാടലിൽ പങ്കാളിയായി എന്നുള്ളതാണ്. അതുപോലെ കോടിയേരിയുടെ മക്കളുടെ കാര്യത്തിലാണ് കോൺഗ്രസ്സുകാരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഇവർ രണ്ടുപേരും നിസ്സഹായരായിരുന്നു. അതായിരിക്കും ബിനീഷ് പറഞ്ഞിട്ടുണ്ടാവും. സമാന ദുഃഖം അനുഭവിച്ച രണ്ടുപേരാണ്. കാരണം ആരോപണങ്ങൾ സ്പെസിഫിക് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ആളുകൾ അങ്ങ് വിശ്വസിക്കും. അത് തെളിവുണ്ടെന്ന്. ഇപ്പം നമ്മളെപ്പോലെ ചില ആളുകളല്ലേ തെളിവ് ചോദിക്കുള്ളൂ. ഇതിനകത്ത് വേറെ കാര്യം, സമാന ദുഃഖം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ അന്ന് CPM എടുത്ത അല്ലെങ്കിൽ LDF ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത നിലപാടിനെ കൂടി ബിനീഷ് കോടിയേരി തള്ളിപ്പറയല്ലേ? അതാണ്, അത് ഇൻഡയറക്റ്റ്ലി അതാണ്. അല്ല, ഇവരാരും തന്നെ അതിനോടൊന്നും യോജിക്കുന്ന ആളുകളൊന്നുമല്ല. അത് അന്നത്തെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ പ്രശ്നമാണ്. അത് കോടിയേരിയോ അല്ലെങ്കിൽ ഇവരൊന്നും തന്നെ അങ്ങനെ ഒരു ആളുകൾ ഉപദ്രവിക്കുന്ന ടൈപ്പൊന്നല്ല ഉമ്മൻചാണ്ടി ആപ്പാടെ ദ്രോഹം ചെയ്ത് കരുണാകരനോടാണ്. അത് പിന്നെ കുറേ ഗ്രൂപ്പ് മരിക്കുന്നതിൻ്റെ മുമ്പ് മുഖ്യമന്ത്രി മൂപ്പർക്ക് ആഗ്രഹം ഉണ്ടാവും. പിന്നെ ലീഡർക്ക് ഇടക്കൊന്നും കൂടി ആ കുട്ടപ്പൻ അന്ന് മന്ത്രിസഭയിൽ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ലീഡറിന് പൊതുവെ മനസ്സിൽ പിടിച്ചു. എല്ലാവരും ഈ അധികാരം അങ്ങോട്ട് മത്ത് പിടിക്കുമാണ് പ്രശ്നം. ലീഡറിന് അതായിരിക്കും. ഉമ്മൻചാണ്ടിക്ക് അത് പറ്റിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ ഇവിടെ അരുവിക്കര ജയിച്ചോട് കൂടി ഭയങ്കര അഹങ്കാരമായി പോയി. ഹൈക്കമാൻഡ് പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ള രീതിയിലേക്ക് മൂപ്പര് പോയി. മീഡിയക്കാരൊക്കെ തെറ്റിച്ചു. ഈ അഹങ്കാരം തലക്കി പിടിക്കുമ്പോൾ താഴെ വീഴുക. അത് മനുഷ്യന്മാർക്ക് വരുന്നൊരു പ്രശ്നമാണ്. ഉമ്മൻചാണ്ടി സാർ തന്നെ പാർട്ടിയെ അങ്ങ് മാറി. അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു ഇടക്കാലത്ത്. ആളുകൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. അവസാനത്തെ 2 വർഷം മൂപ്പരായിരുന്നു പാർട്ടി. ഹൈക്കമാൻഡിന് പോലും മൂപ്പരോടൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു കരുണാകരനോട് ചെയ്ത ദ്രോഹമല്ലാതെ കരുണാകരൻ കുറച്ചുകൂടി ദ്രോഹം അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം ആ പൊസിഷനിലുള്ളതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടി സാർ അത്ര ദ്രോഹം ചെയ്തിട്ടില്ല. പക്ഷേ കരുണാകരനോട് വലിയ ദ്രോഹം ചെയ്തിട്ടില്ല. അതിന് മുന്നേ മൂപ്പരായിരുന്നു. പിന്നെ കരുണാകരൻ നല്ലൊരു ഭക്തനുമായിരുന്നു. ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കർമ്മഫലം എന്നാണ് ഞാനിതൊക്കെ കാണുന്നത്. കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചും കൂടി, കാരണം ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൻ ഇങ്ങനെ ജീവിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ ഇങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ പുറത്തൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ ഓപ്പണായി തിരുവനന്തപുരത്ത് ഇങ്ങനെ ആൾ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ എളുപ്പത്തിൽ ഇരയായി മാറി. പിന്നെ യുവാൻ ന്യൂസിലൊക്കെ പഠിച്ചതുകൊണ്ട് കുറച്ചുകൂടി ഇവിടുത്തെ റിച്ച് ആളുകളൊക്കെ ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവും. ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അത് കോടിയേരിയുടെ മോനാവും. പിന്നെ അത് ഹൈലൈറ്റിലേക്ക് വന്നു. പിന്നെ അയാളെന്തോ ബിസിനസ്സൊക്കെ തുടങ്ങി. ബിസിനസ് തുടങ്ങണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അത് കോയ പണം കൊണ്ടെന്ന് വന്നു. പിന്നെ ഇയാൾ മറ്റേ രാജൻ എന്താണ് പിള്ളയുടെ, രാജപിള്ളല്ല, രവി പിള്ളയുടെ കമ്പനിയിൽ വലിയൊരു പൊസിഷനിൽ വന്നു. അതാണ് കുറച്ചും കൂടി ഒരു അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ സകല ബേസില്ലാത്ത ആരോപണങ്ങൾ നീതീകരിച്ചിരുന്നത്. അങ്ങനെ ഒരു വലിയ അക്കാദമിക് ബ്രില്യൻസ് ഇദ്ദേഹത്തിനുണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല, സത്യമാണ്. ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കാറുണ്ട്. പക്ഷേ രവി പിള്ളയ്ക്ക് അതിന് പിന്നെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് രവി പിള്ള തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം പക്ഷേ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് ആകെപ്പാടെ ഒരു തെളിവ് കാണിക്കാനുള്ള ഇതായിട്ടുണ്ടായിരുന്നു. അതിന് ലോജിക്കലായിട്ടുള്ള ഒരു സാധനമുണ്ട്. കാരണം അത്തരം അക്കാദമിക് വലിയ കണക്ഷനിലൊന്നും ബിനീഷ് ഉള്ളതിന് എനിക്ക് തോന്നിയിട്ട്. പക്ഷേ വലിയ പൊസിഷനിലാണ് ഇത്. ഞാൻ വിചാരിച്ചാൽ എനിക്ക് ബിനീഷൊക്കെ നല്ല അക്കാദമിക് കണക്ഷൻ ഉണ്ട്. എനിക്ക് ആ പൊസിഷൻ കിട്ടില്ലല്ലോ, 10-ലൊന്നും കിട്ടില്ല. അപ്പം ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇത് സകലത് ഇവർ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ബിനീഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം അത് ബിനീഷ് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നു. കാരണം പിണറായി ഈ കോടിയേരിൻ്റെ മോനൊക്കെ ആവുന്ന സമയത്ത് ഇതൊക്കെ സ്കാനറിൽ വരും. അങ്ങനെ ഒരു വലിയ പൊസിഷൻ ഒന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവരൊക്കെ ചെയ്യുന്ന പോലെ പുറത്തേക്ക് പോയി പഠിച്ചിട്ട് MBA ഒക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഇരുന്നാൽ മതി, ആരും ഒന്നും ചോദിക്കില്ല. അതെ. അപ്പോൾ അതല്ലാതെ വന്നാണ് ബിനീഷിനെ പറ്റി. അങ്ങനെ 1-2 പാളിച്ചകൾ ഒരു പാളിച്ചൊക്കെ ബിനീഷിന് പറ്റിയിട്ടുണ്ട്. അയാൾ പിന്നെ ബിസിനസ് തന്നെയായിട്ട് അയാൾ വലിയ തട്ടിപ്പടുത്തിയെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. വേറെ പലരും തട്ടിപ്പടുത്തിയതും കേട്ടിട്ടുണ്ട്. ഇയാളെല്ലാം പിന്നെ എന്താ വെച്ചാൽ എസ്പെഷ്യലി കോൺഗ്രസിൻ്റെ UDF ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല ആളുകളുടെയും ഈ തട്ടിപ്പിൻ്റെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. കഥകൾ അതും ആരോപണങ്ങൾ മാത്രമാണ്. എന്നാൽ അത്രമാത്രം ബിനീഷിനെ പറ്റി കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ വിഷ്വൽ മീഡിയ വളരെ ശക്തമായി വന്ന സമയത്ത്, CPM ഗ്രൂപ്പിസം ശക്തി വായിച്ച സമയത്ത് ബിനീഷ് എല്ലാവരുടെ കയ്യിൽ ഇരയായി കിട്ടിയെന്നുള്ളത്.
അപ്പോൾ ബിനീഷ് വഴി അവിടെ കോടിയേരി ഇരയായി മാറ്റപ്പെട്ടു എന്നുള്ളത്. അല്ല, അതാണ് നമ്മൾ അവസാനം ചോദിക്കുന്നത്. പിന്നെ അതിന് പ്രശ്നം ആ കല്യാണം ഉണ്ടല്ലോ, മൂത്ത മകൻ്റെ കല്യാണം. ആ സമയത്തും ആ കല്യാണത്തിൻ്റെ ആഡംബരം, കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ കല്യാണം നടത്തി, ഇത് ഇങ്ങനെയുള്ള ഈ ഒരു കാര്യമില്ലാതെ ആരോണം ഉന്നയിക്കുന്ന ആളുകൾക്ക് സ്പെസിഫിക്കായി ഉയർത്തി കാണിക്കാൻ ചില സാഹചര്യങ്ങൾ വന്നു. പക്ഷെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ലൈഫിൽ അത് വന്നു തന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ. അല്ല, അതിൻ്റെ അവസാനം ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇത് തന്നെയാണ്. അത് അന്ന് അല്ലെങ്കിൽ വിളിച്ചാശ്വസിപ്പിക്കാൻ ഉമ്മൻചാണ്ടി സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ദുർഘട കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളും അത് ഒളിഞ്ഞും തെളിഞ്ഞും പല തവണയായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പാർട്ടിയിൽപ്പെട്ടവരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ധ്വനി കൂടി അതുണ്ടാവാം. വിഷമം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പല സമയത്ത് അവരുടെ ഒരു പ്രസ്താവനയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഇവർ കാരണം പാർട്ടിക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടായിരുന്നു അവർ പറയുന്നത്. ആ കല്യാണം ഒരു ഘടകം, രവി പിള്ളയുടെ ബിസിനസ്സിൽ ഈ വലിയ ഇതൊക്കെ വെച്ചുകൊണ്ട് മൊത്തം അങ്ങനെയാണെന്നങ്ങ് ധരുത്തുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു ലോജിക്കൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം വേണമെങ്കിൽ മൊത്തം അങ്ങ് ശരിയായി നാട്ടുകാരങ്ങ് വിചാരിക്കും. അതാണ് ബിനീഷിൻ്റെ അടുത്ത് സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് ബിനീഷിൻ്റെ കല്യാണം വളരെ ലളിതമായിട്ട് നടത്തിയത്. മൂത്ത ആളുടെ കല്യാണമാണ് അങ്ങനെ നടത്തിയിട്ടുള്ളത്. പിന്നെ മൂത്ത ആളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാൻസറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചില ആരോപണങ്ങൾ വന്നു. അപ്പോൾ എനിക്കൊന്ന് അവർക്കൊരു മോശം കാലമായിരുന്നു അത്. കുറച്ച് ഇവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ മറ്റേ ആ ഒരു സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട അത് അദ്ദേഹത്തിനെ അറിയുന്ന ആരും അത് ആ രണ്ടാമത്തെ ആരോപണം വിശ്വസിച്ചില്ല. ഒന്നാമത് സാമ്പത്തികം ഒരു വിഷയം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം ഇവർ പങ്കുവെച്ചത്. അതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഗ്രീവൻസസ് ഉണ്ടാവും. കാരണം കുറേ കാലമായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ വേട്ടയാടപ്പെടുന്നതല്ലേ.